ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ ഒരു ലക്ഷറി പ്രീമിയം കാറായ ടൊയോട്ടോ ക്യാമറി ഹൈബ്രിഡ് വാഹനവുമായിട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് ഈ വാഹനം കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ കമന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. അപ്പോൾ അതിന്റെ നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ക്യാമറി ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് 2000 ഈ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത് വരെ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ആയിരുന്നു, മൈലേജ് ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ പെട്രോളിന് ഏകദേശം ഇതിൻ്റെ മുന്നത്തെ മോഡൽ ഹൈബ്രിഡ് അല്ലാത്ത മോഡലിനൊക്കെ 8 കിലോമീറ്റർ 9 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഏറിപ്പോയ മൈലേജ് ലഭിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ 2017 വന്ന ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം നമ്മൾ ടൗൺ ഉപയോഗം തന്നെയാണെങ്കിലും 25 മുതൽ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മൈലേജ് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹൈവേ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ നമുക്ക് കിട്ടും. അതായത് ഇതിൽ പെട്രോളും പിന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ നോർമലായിട്ട് ഈ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഈ വാഹനം ഓണായി. ഇത് നമ്മൾ ഗിയർ മാറി വാഹനം നമ്മൾ ഓടിക്കുന്നത് വരെ ഈ വാഹനത്തിൻ്റെ പെട്രോൾ വാഹനം എടുക്കുന്നില്ല. ഇപ്പോൾ വാഹനം സൈലൻ്റ് ആണ്, സ്റ്റാർട്ടായി എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളിതാ വാഹനം ഹാൻഡ് ബ്രേക്ക് ഒഴിവായി കഴിഞ്ഞാൽ വാഹനം മൂവായി. ഇത് സ്റ്റാർട്ടായൊരു സൗണ്ടോ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സൈലൻ്റ് ആയിട്ട് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനമാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബെൻസോ BMO ഇത് ആ ഒരു ഇനത്തിൽ പെടുത്താൻ പറ്റൂല. ഈ വാഹനം ഇത് വേറൊരു ലെവൽ വാഹനമാണ്. ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ വാഹനം പറ്റും, യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഈ വാഹനം പറ്റും. പിന്നെ ഈ വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലും നന്നായിട്ട് ഗുണം കിട്ടും. അതേപോലെ ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസും വളരെ കമ്മിയാണ്. പിന്നെ ഇതിന് മെയിൻ്റനൻസ് കൂടുതലായിട്ട് പറയപ്പെടുന്നത് ഇതിൻ്റെ ബാറ്ററിക്ക് നല്ല എമൗണ്ട് വരും. കാരണം ഇത്രയും പെട്രോൾ കമ്മിയായിട്ട് നമ്മൾ ഓടുമ്പോൾ അതിൻ്റെ ബാറ്ററിക്കാണ് ഇതിൻ്റെ കൂടുതൽ ഫങ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്ക് എന്താവും, നല്ല എമൗണ്ട് ചാർജ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡ്രൈവ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി നമ്മൾ അറിയില്ല. അത്രയും സൈലന്റ് വർക്കിംഗ് ആണ്. നമ്മൾ ഇലക്ട്രിക് കാറൊക്കെ ഓടിക്കുന്ന അതേ ഫീലിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ കഴിയും. ഇപ്പോൾ ഈ വാഹനം ഇപ്പോഴൊന്നും എൻജിൻ പെട്രോൾ ഇന്ധനം എടുക്കുന്ന രീതിയിൽ എൻജിൻ മാറിയിട്ടില്ല. ഇപ്പോഴൊന്നും മാറിയില്ല. ഇപ്പോൾ ഈ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഓടി ഏകദേശം ഇപ്പോഴും മാറിയിട്ടില്ല. ഏകദേശം ഒരു 40 സ്പീഡിൻ്റെ അടുത്തേക്ക് എത്താനായപ്പോഴാണ് ഇതിൻ്റെ പെട്രോള് വർക്കിംഗ് തുടങ്ങിയത്. പക്ഷെ എങ്കിലും ഈ വാഹനം വളരെ സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ ഓടിക്കുന്ന എൻജിൻ വർക്ക് ചെയ്യുന്ന സൗണ്ടോ നോയ്സോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എയർ ബാഗുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിങ്ങിൽ ഇതിൻ്റെ എല്ലാവിധ കൺട്രോളുകളും വരുന്നുണ്ട്. അതേമാതിരി സ്റ്റാരിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏത് രീതിയിലും നമുക്ക് സ്റ്റാരിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ പിന്നെ നിങ്ങളോട് പറയാല്ലേ, ഈ വാഹനം കൂടുതലായിട്ടും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബിസിനസ് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു മോഡൽ വാഹനമാണ്. അതേപോലെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും അത്രയും യാത്രാസുഖമുള്ളൊരു മോഡലാണ്. പിന്നെ ഇത് നമ്മുടെ മറ്റു വാഹനങ്ങളെ പോലെ ഡീസൽ എൻജിൻ വാഹനങ്ങളെ പോലെ ഗിയർ ഷിഫ്റ്റിങ്ങും ആ ഒരു നോയ്സൊക്കെ കേട്ട് വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയൊരു മോഡൽ വാഹനമല്ല. കാരണം ഇത് വണ്ടി പോകുന്നത് സൈലൻ്റ് ആയിട്ടാണ്, നമുക്ക് അത്രയും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഈ വർക്കിംഗ് കണ്ടോ, ഇപ്പോൾ ഞാൻ ആക്സിലേറ്റർ ഒഴിവാക്കിയതാണോ, ബാറ്ററിയിലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ പ്രത്യേകം കാണാൻ കഴിയും. ഈ ബാറ്ററിയൊക്കെ ചാർജ് വരുന്നു. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതോടുകൂടി നേരെ എൻജിൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ഫ്രണ്ട് ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നൊരു മോഡൽ തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് പമ്പറിലാണ്. ഫോഗ് ലാമ്പ് ഇതിൻ്റെ അടിയിലുണ്ട്. പിന്നെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടൊയോട്ടൻ്റെ എംബ്ലത്തിൻ്റെ ഉള്ളിലുണ്ട് ബ്ലൂ കളർ വന്ന ഒരു ഹൈബ്രിഡിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ടൊയോട്ടൻ്റെ അകത്ത് ഒരു ബ്ലൂ കളർ എംബ്ലം ബ്ലൂ കളർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കിഡിലെ ലുക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം കൊണ്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി പറയണ്ടല്ലോ, ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊയോട്ടൻ്റെ ഒരു അലോയിൽ മിറർ ഇൻഡിക്കേറ്റർ, ഇത് ഫോൾഡിങ് ടൈപ്പാണ് മിററിൽ ഇൻഡിക്കേറ്റർ. പിന്നെ ഡോർ ക്യാച്ചിലൊക്കെ നിക്ലിംഗ് റൂം കാര്യങ്ങൾ, വിൻഡോ ഫ്രെയിമിൽ കാര്യങ്ങളൊക്കെ നിക്ലിംഗ് റൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരു പ്രീമിയം ലക്ഷറി കാറിൻ്റെ ടച്ച് തരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ അകത്തും കണ്ടോ ഒരു ബ്ലൂ കളർ കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതേപോലെ ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് ഡ്രൈവ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊയോട്ടൻ്റെ എംബ്ലം പുറകുവശത്തും കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ആ ബ്ലൂ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ക്യാമറ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ബമ്പറിൽ സെൻസർ കാര്യങ്ങൾ, അതിൻ്റെ അടിയിലൊരു നിക്ലിംഗ് ക്രോമിൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ഈ ഒരു വാഹനം നമുക്കൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് തന്നെ കാണിക്കാം. നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത്രയും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് നമുക്ക് ബാക്കിലുണ്ട്. പുറകുവശത്ത് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത്രയും കംഫർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലൊരാൾ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് തന്നെ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സീറ്റ് മുന്നോട്ടും ബാക്കോട്ടാക്കാനും ഈ ഒരു ഭാഗം മുന്നോട്ടും ബാക്കാക്കാനും ഒക്കെ അല്ലേ സൗകര്യം ഒരു ഫീച്ചേഴ്സ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സാണ്. പിന്നെ ഇവിടെ രാഷ്ട്രീയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ AC വെൻറ്റുകളുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സ്വിച്ചും, സീറ്റ് കൺട്രോൾ ചെയ്യാനും AC-ൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ അല്ലേ സ്വിച്ച് കാര്യങ്ങൾ, വോളിയം കൺട്രോൾ ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഭാഗത്തിരുന്ന് പുറകുവശത്തിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കും അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു വാഹനമാണ് ടൊയോട്ടോ ക്യാമറി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് നമ്മൾ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ബട്ടണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, മെമ്മറി ഫങ്ഷൻസ് വരുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അതേമാതിരി മിറർ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ഏത് മാനുവലായിട്ടൊക്കെ ഫോൾഡിങ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കീലെസ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്, അതിൻ്റെ പവർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാരിങ്ങിൽ വോളിയം കൺട്രോൾ കാര്യങ്ങൾ, ഇതിൻ്റെ ഫങ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എയർ ബാഗ് വന്നിട്ടുണ്ട്, ടൊയോട്ടേൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാരിങ് അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മെമ്മറി നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നമ്മൾ വണ്ടി ഓൺ ചെയ്താൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റാരിങ് അഡ്ജസ്റ്റ് ആയി വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റീരിയോനെ പറ്റി ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഐവറി ടച്ചിൽ പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിലൊരു ബോക്സ് വന്നിട്ടുണ്ട്, ഈ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഓരോ പിന്നെ രണ്ട് കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏത് ഭാഗം കൊണ്ടും ഈ വാഹനം എടുക്കുന്ന ആളുകൾക്ക് അത്രയും സുഖത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും എല്ലാ രീതിയിലും ടൊയോട്ടോ ക്യാമറയിൽ നമുക്ക് അത്രയും ഒരു ഫെസിലിറ്റി ഈ വാഹനത്തിൽ തരുന്നുണ്ട്. പിന്നെ ഇതിന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. മൈലേജിൻ്റെ കാര്യത്തിലാണ് ഈ വാഹനം അധികം ആളുകളും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. ഈ ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, ടൊയോട്ടൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നതിൻ്റെ ഡിക്കി സ്പേസിലാണ്, പുറകുവശത്താണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കി സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഡിക്കി സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന്, ടയർ, ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ജാക്കി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത് കണ്ടോ, ഇതിൻ്റെ ബാറ്ററിൻ്റെ ഏരിയയാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ബാറ്ററി സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്കി സ്പേസിലാണ് ഇതിൻ്റെ ബാറ്ററി, ഡിക്കിയിലാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വാഹനം 2017 മോഡല് ഒറിജിനൽ കേരള വാഹനമാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 60,807 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി ജെന്യൂൻ സർവീസാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് പുതിയ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് IDV വാല്യൂ കാണിച്ച് പുതിയ ഇൻഷുറൻസ് ഈ വാഹനത്തിന് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് പുതിയ ഇൻഷുറൻസും ഈ വാഹനത്തിനുണ്ട്. പിന്നെ സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ അവൈലബിൾ ആണ്. ഈ വാഹനം നമ്മളൊരു കസ്റ്റമർ, നമ്മളൊരു സുഹൃത്തിൻ്റെ വാഹനമാണ്, നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് വേണ്ടി ഈ വാഹനം തന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇത് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 2017 ഏകദേശമാണ് 35 ലക്ഷം രൂപ മുതൽ 37, 38, 40 ലക്ഷത്തിൻ്റെ അകത്ത് നിന്നിരുന്നൊരു വാഹനമാണ്. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നപ്പോൾ ഇപ്പോഴത്തെ ഹൈബ്രിഡ് വാഹനത്തിന് 44 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 2017 മോഡൽ ഒറിജിനൽ കേരള വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 25 ലക്ഷം രൂപയാണ് ഇത് ചോദിക്കുന്നത്. 25 ലക്ഷം രൂപ വാല്യൂ ഇല്ല, IDV വാല്യൂ ഇല്ല, ഇൻഷുറൻസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഈ വാഹനത്തിന് എടുത്ത് കൊടുക്കുന്നുണ്ട്, പുതിയ ഇൻഷുറൻസ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം, ഒരുപാട് ഫീച്ചേഴ്സും ഇതിൻ്റെ പിന്നെ ഹിഡൻ ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പരിമിതിക്കനുസരിച്ച് നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇത്രയും എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.